എല്ലായ്പ്പോഴും വിപണിയിൽ ശ്രദ്ധിക്കാതെയും ഒരു വലിയ സമ്മർദ്ദമോ അതുപോലെ തന്നെ നിരീക്ഷണങ്ങളോ ഇല്ലാതെ തന്നെ എങ്ങനെ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇൻഡെക്സ് ഫണ്ടുകളും ETF-കളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ്. ഈ ഫണ്ടുകൾ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് പോലത്തെ ഉള്ള ഒരു ഇൻഡെക്സിനെ മിറർ ചെയ്യുന്നു. നമ്മുടെ സൂചിക ഉയരുകയാണെങ്കിൽ നിങ്ങളുടെ ഫണ്ടും അതേപോലെ തന്നെ ഉയരുന്നു. സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, മാർക്കറ്റ് ടൈം ചെയ്യേണ്ടതില്ല, ഈ ഇൻഡെക്സിനെ അതേപോലെ തന്നെ പ്രതിഫലിക്കുന്നു, അത്രമാത്രം. ഇക്വിറ്റി എക്സ്പോഷർ ആഗ്രഹിക്കുന്ന എന്നാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ റിസർച്ച് ചെയ്യാനായിട്ടുള്ള സമയമോ സാവകാശമോ ഇല്ലാത്ത ഒരു നിക്ഷേപകന് പാസീവ് ഫണ്ട്സ് ആണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, വളരെ സെൽഫ് ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതുപോലത്തുള്ള ഇൻഡെക്സ് ഫണ്ടാണ് ഏറ്റവും നല്ല മാർഗം. ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയിൽ വിശ്വാസമുള്ള എന്നാൽ നിക്ഷേപത്തിനായി അധികം അധ്വാനിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി മിടുക്കമായ ലളിതമായ ഒരു വഴിയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.